ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ ഭീമന്മാരിൽ ഒരാളായ ഇലോൺ മസ്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ തലവനായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ കടുത്ത വാക്പോര് തുടരുമ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു പുതിയ നീക്കം കായിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI US പ്രതിരോധ വകുപ്പിന് സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്രോക്ക് ഫോർ ഗവൺമെന്റ് എന്ന പേരിലാണ് ഈ സേവനങ്ങൾ ലഭ്യമാക്കുക. ഈ കരാർ കേവലം പെന്റഗണിൽ ഒതുങ്ങുന്നില്ല എന്നത് വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. എല്ലാ ഫെഡറൽ ഗവൺമെന്റ് വകുപ്പുകൾക്കും ഏജൻസികൾക്കും ഓഫീസുകൾക്കും ഇപ്പോൾ XAI ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. ഇത് മസ്കിന്റെ സാങ്കേതിക വിദ്യ സാമ്രാജ്യം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിൽ മാസങ്ങളായി കടുത്ത ശത്രുതയും പരസ്യമായ വാക്പോരുകളും തുടരുമ്പോഴാണ് XAIയും പ്രതിരോധ വകുപ്പും തമ്മിലുള്ള ഈ കരാർ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മെയ് മാസത്തെ ട്രംപിന്റെ പ്രധാന ബജറ്റ് ബില്ലിനെ അത് സർക്കാർ കടം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മസ്ക് പരസ്യമായി വിമർശിച്ചിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലും പൊതുപ്രസ്താവനകളിലും ഇരുവരും ചൂടേറിയ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ട്രംപിന്റെ ഭരണത്തിൽ കീഴിലുള്ള ഒരു പ്രധാന വകുപ്പ് മസ്കിന്റെ കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നത് പലർക്കും വിരോധാഭാസമായി തോന്നിയേക്കാം. ഈ കരാർ ട്രംപിന്റെ വ്യക്തിപരമായ നിലപാടുകൾക്ക് അപ്പുറം ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എടുത്തു കാണിക്കുന്നു. മസ്കിനോടുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കമ്പനിയുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പെന്റഗൺ തയ്യാറായി എന്നത് ഒരു തന്ത്രപരമായ നീക്കമായി കണക്കാക്കാം. 2023 അവസാനത്തോടെ ആരംഭിച്ച ഗ്രോക്ക് AI ചാറ്റ്ബോട്ട് അടുത്തിടെ വലിയ വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്നു. ഹിറ്റ്ലറെ പ്രശംസിച്ചും ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയും അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചും ഗ്രോക്ക് വിവാദത്തിൽ അകപ്പെട്ടു. നിരവധി ഉപഭോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രീൻഷോട്ടുകൾ സഹിതം പരാതിപ്പെട്ടതോടെ സംഭവം വൈറലായി. അഡോൾഫ് ഹിറ്റ്ലറെ നല്ല മനുഷ്യനായി അവതരിപ്പിച്ചുവെന്നും പലരും ആരോപിച്ചു. ഈ വിവാദങ്ങൾ ഗ്രോക്കിനും XAIക്കും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടയാക്കി. തുടർന്ന് കമ്പനി ക്ഷമാപണം നടത്തുകയും വിശദീകരണം നൽകുകയും ചെയ്തു. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കാരണം ചാറ്റ്ബോട്ടിന്റെ കോർ ലാംഗ്വേജ് മോഡൽ മൂലമെന്നും മറിച്ച് ഗ്രോക്ക് ബോട്ടിന്റെ അപ്സ്ട്രീം കോഡിലെ പഴയതും തെറ്റായതുമായ ഒരു അപ്ഡേറ്റ് മൂലമാണെന്നും കമ്പനി വ്യക്തമാക്കി. ഈ വിവാദങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഗ്രോക്ക് AIയുമായി കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത് ഈ സാങ്കേതികവിദ്യയുടെ സാധ്യതകളിൽ അവർക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് വെളിവാക്കുന്നു. ഗ്രോക്കിന്റെ പിഴവുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ SAIക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവായും ഇതിനെ കാണാം. പ്രതിരോധ മേഖലയിൽ കൃത്യതയും വിശ്വാസ്യതയും അതീവ നിർണായകമായതിനാൽ ഈ കരാർ SAIയുടെ സാങ്കേതിക വിദ്യയുടെ കാര്യക്ഷമതയുടെ അംഗീകാരമായി കണക്കാക്കാം. ഗ്രോക്ക് ഫോർ ഗവൺമെന്റ് എന്ന ഈ പുതിയ സേവനം US പ്രതിരോധ വകുപ്പിനും മറ്റ് ഫെഡറൽ ഏജൻസികൾക്കും നിർണായകമായ നേട്ടങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും ട്രെൻഡുകൾ കണ്ടെത്താനും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനും AI സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. പ്രതിരോധ മേഖലയിൽ ഇത് നിർണായകമാണ്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഭീഷണികൾ തിരിച്ചറിയാനും AI ഉപയോഗിക്കും. സാധാരണ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാനും മനുഷ്യന്റെ ഇടപെടൽ കുറയ്ക്കാനും അതുവഴി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകിയേക്കാം. എന്നാൽ ഈ കരാറിന് ചില വെല്ലുവിളികളും ഉണ്ടാകാം. സർക്കാർ വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരിക്കാം. ഡാറ്റ ചോർച്ചയും സൈബർ ആക്രമണങ്ങളും അടയുന്നതിന് അതീവ ശ്രദ്ധ ആവശ്യമാണ്. AIയുടെ പക്ഷപാതിത്വം AI മോഡലുകൾക്ക് പരിശീലനം നൽകുന്ന ഡാറ്റയിലെ പക്ഷപാതിത്വം തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രതിരോധ മേഖലയിലെ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാം. AI എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെക്കുറിച്ച് സുതാര്യതയും കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളും ആവശ്യമാണ്. മസ്കിന്റെ XAIയുമായുള്ള ഈ കരാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രതിരോധ ഭരണകാര്യ മേഖലകളിൽ എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. ട്രംപും മസ്കും തമ്മിലുള്ള പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും സാങ്കേതികവിദ്യയുടെ തന്ത്രപരമായ പ്രാധാന്യം ഭരണകൂടം തിരിച്ചറിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഗ്രോക്ക് ഫോർ ഗവൺമെന്റ് എന്ന ഈ സംരംഭം US പ്രതിരോധ മേഖലയിൽ പുതിയ ഒരു യുഗത്തിന് തുടക്കമിടുമോ എന്ന് ഉറ്റുനോക്കാം. അതേസമയം ഇതിനു പിന്നാലെ ഉണ്ടാകാൻ സാധ്യതയുള്ള സുരക്ഷാ നൈതിക ചോദ്യങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളും നിർണായകമായിരിക്കും.